വാഴ നനയുമ്പം ചീരയും നനയും, ഇങ്ങനെ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ വാഴ വളർത്തിക്കൊണ്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തടം എടുക്കുമല്ലോ, വളമൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ തടത്തിൽ കൊണ്ടുപോയി ചീരയും കുത്തിവയ്ക്കും. അത് ചിലരുടെ ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലരെന്ത് ചെയ്താലും എന്തെങ്കിലും ഒന്ന് നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചവിട്ടി വേറെ കുറേ സാധനങ്ങൾ കൊണ്ട് നട്ട് വെക്കും. പക്ഷേ അതെല്ലാത്തിനും ഒരുപോലെ പ്രയോജനം ചെയ്യില്ല. പക്ഷേ ഈ വാഴയെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാം. കാരണം വാഴയ്ക്ക് ഓൾറെഡി അതിൻ്റെ ശരീരം മുഴുവൻ കൂടുതലും വെള്ളത്തിൻ്റെ അംശമാണല്ലേ. ഒന്ന് കഴിച്ച് കഴിഞ്ഞ് വെള്ളം വേണ്ട എന്നുള്ളത്, വെള്ളം ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ തടത്തിൽ ഈ ചീര തൈ കൊണ്ട് നടുമ്പോഴത്തേക്കും, ചീരയെന്ന് പറയുമ്പോൾ അധികം ദിവസം, ഒരു 10-20 ദിവസം ആ ഒരു ടൈമിലൊക്കെ ചീര നമുക്ക് വിളവെടുക്കാം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു വളർച്ച. 20 അത്രയൊക്കെ മതി. അപ്പോൾ ആ ഒരു രീതിയിലാണ് അതിൻ്റെ വിളവെടുപ്പ്. അപ്പോൾ വാഴയെന്ന് പറയുന്നാൽ മാസങ്ങൾ പിടിക്കുമല്ലോ വിളവെടുപ്പിലേക്ക് വരാൻ. ആ സമയത്തിനുള്ളിൽ ചീരയും വളർന്നു വരും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് ഒരു ബിസിനസ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മളിപ്പോൾ ഒരുപാട് കടകളെടുത്ത് നോക്കുക. നമ്മളിപ്പോൾ ഈ സഞ്ചരിക്കുന്ന, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കടകൾ നിർത്താറുണ്ട്. ചില കടകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം അതിൻ്റെ കടയുടെ പേര് ചിലപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള കടയായിരിക്കും. പക്ഷേ അവിടെ എല്ലാ സാധനങ്ങളും, ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ ആയിരിക്കും, എല്ലാ സാധനങ്ങളും കാണും. അതായത് ഒരു ഗൃഹോപകരണങ്ങൾ വിൽക്കുന്ന കടയിൽ കൊണ്ടുപോയിട്ട് അത്യാവശ്യം വീട്ടു സാധനങ്ങൾ മുഴുവനും, പിന്നെ വീട്ടിലുണ്ടാക്കുന്ന കേക്കും, അതിൽ എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന കേക്കും മധുരപലഹാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ വിറ്റ് കാശുണ്ടാക്കുക എന്നുള്ള രീതിയിലാണ്. കാരണം ഏതാണ് വിജയിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അല്ലേ. ചില ഈ സൂപ്പർ മാർക്കറ്റ് എന്നുള്ള ആശയം തന്നെ നോക്കുക, അവിടെ എല്ലാ സാധനങ്ങളും കാണും, അത്യാവശ്യം എല്ലാ സാധനങ്ങളും കാണും. അപ്പോൾ ഇതിൽ ഏത് സാധനത്തിനാണ് ഡിമാൻഡ് കൂടുതൽ കിട്ടുക എന്നറിയില്ല. അപ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അങ്ങോട്ട് ചെയ്യാം എന്ന് ഓർത്ത് എല്ലാം ഉണ്ട് താനും ഇല്ലേ. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കച്ചവടം കുറഞ്ഞു കഴിഞ്ഞാലും മറ്റേതെങ്കിലും ഒരു ഭാഗത്ത് കച്ചവടം കൂടുതലായിട്ടിരിക്കും. അപ്പോൾ ഒരു ബിസിനസ്സിനൊപ്പം മറ്റൊരു ബിസിനസ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ബിസിനസ് കൂടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഇന്ന് നമുക്ക് ചുറ്റിലുമുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട്. നമ്മളൊരു ചിലപ്പോൾ ഒരു കടലിലോട്ട് അവിടെ ഒട്ടുമിക്ക സാധനങ്ങളും കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ എല്ലാ ആഴ്ചയിലും വരുന്ന പച്ചക്കറിക്കാർ, അവർക്ക് പച്ചക്കറി മാത്രമല്ല അവരുടെ കയ്യിലുള്ളത്. നമ്മൾ ചെന്ന് പച്ചക്കറി മേടിച്ച് തീരുമ്പോഴത്തേക്കും ആ ചേട്ടന്മാർ ലിസ്റ്റ് പറയാൻ തുടങ്ങും. പഞ്ചസാര, വെളിച്ചെണ്ണ, ഉപ്പ്, ബിസ്ക്കറ്റ്, ഇങ്ങനെ ഓരോരോ സാധനത്തിൻ്റെ പേര് പറയും. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, അത് അവരുടെ ഒരു വണ്ടിയുടെ മോൾ ഭാഗമെല്ലാം ഇങ്ങനെ ഷീറ്റൊക്കെ വെച്ച് മറച്ചിട്ടാണ് അതിൽ സാധനങ്ങളെല്ലാം. ഒരാൾ അതിനകത്ത് ഇരിപ്പുണ്ട്, ഒരാൾ വണ്ടി ഓടിക്കാൻ. അപ്പം എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സാധനവും അവരുടെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ഓർക്കും ചെയ്തു, ഇതൊരു ബുദ്ധിയും കൂടെയാണ്. കാരണം ചില സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ തീർന്നു പോകുന്നത് പെട്ടെന്നായിരിക്കും. ചിലപ്പോൾ നമ്മളിത് വാങ്ങിക്കാൻ അത്യാവശ്യം, ചിലപ്പോൾ ഒരു ഉപ്പ്, പഞ്ചസാര, അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്നൊക്കെ പറയുന്നത്, കടുക്, ജീരകം, അത് ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പ്രതീക്ഷിക്കാതായിരിക്കും നമ്മൾ, അല്ലെങ്കിൽ മറന്നു പോകും ഇതൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എന്താ അവരയിലുണ്ടെങ്കിൽ ചിലപ്പോൾ 1 രൂപ കൂടുതലായിരിക്കും, എങ്കിലും നമുക്ക് പെട്ടെന്ന് നമുക്ക് സാധനം കിട്ടും, കടയിൽ വരെ നടന്നു പോകേണ്ടി വരില്ല. അപ്പം അവരത് മുന്നിൽ കണ്ടുകൊണ്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ആ വണ്ടിക്കകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് എവിടെ ഇരിക്കുന്നു എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണത്തില്ല. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു ദിവസം നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, കാരണം വാങ്ങിച്ചില്ലെങ്കിൽ അതൊരു ഇതല്ലേ. അപ്പോൾ ഞാൻ ഉപ്പുണ്ട് നിങ്ങൾ, ഞാൻ പക്ഷേ ഉപ്പ് പ്രതീക്ഷിച്ചില്ല. കാരണം ഈ ഉപ്പ് എന്ന് പറയുന്നത് ഇത്തിരി പെട്ടെന്ന് അലുക്കുന്നതും മറ്റുള്ളവരെയൊക്കെ ദ്രവിപ്പിക്കുന്ന ഒരു സാധനമാണ് അല്ലോ ഉപ്പ്. അപ്പോൾ ഇവരെ കാണില്ല എന്നുള്ളത് വെറുതെ ചോദിച്ചു, ഉപ്പുണ്ടോ? ഉണ്ട്. അപ്പം പിന്നെ ചോദിച്ചിട്ട് വാങ്ങിച്ചല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഒരു പാക്കറ്റ് വാങ്ങിച്ച് അന്ന് തന്നെ വേറെ വെളിയിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെ ഉപ്പായിരുന്നു ഇവിടെ കൂടുതലോ. അങ്ങനെ ചെറിയ ബിസിനസ് തന്ത്രങ്ങളുമായിട്ട് പോകും. ഞങ്ങളുടെ ഒരു കടയുണ്ട്, അവിടെ ആണെങ്കിൽ
എൻ്റെ ഒരു കൺസെപ്റ്റും അങ്ങനെ ആയിരുന്നു, എല്ലാ സാധനങ്ങളും വേണം. അപ്പം നമ്മൾ ആ കടയിലേക്ക് ഇപ്പം പോകുന്നില്ല, അച്ഛനാണ് നോക്കുന്നത്. അപ്പം നമ്മളിനി കുറച്ചുകൂടെ കഴിയുമ്പോൾ എല്ലാം നമ്മുടെ പ്രായം ഇങ്ങനെ കൂടി വരികയല്ലേ. അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന് ജോലി ചെയ്യേണ്ട ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ആ കട നമുക്കതുപോലെ റെഡി ആയിക്കൊണ്ട് വരണം. കുറേ കൂടെയൊക്കെ ഭയങ്കര പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ ഒരു തന്ത്രങ്ങളാണ്, ജീവിച്ചു പോകണ്ടേ. ഇപ്പം ഗൾഫിലൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്ന ചേട്ടന്മാരെ നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കേൾക്കണം. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടേതായിട്ടുള്ള ജീവിതം ഇനി എന്താണ് ഭാവിയെക്കുറിച്ചൊക്കെ ഒന്ന് ഇടയ്ക്ക് ചിന്തിക്കണം. അതായത് നമുക്കെന്നും ഈ ആരോഗ്യം ഉണ്ടാവില്ല. ഇപ്പം തന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലും നമുക്കറിയില്ല. അപ്പം നമ്മളുടെ ജോലിയും നമ്മളുടെ വരുമാനം എന്താണെന്ന് നമുക്ക് മാത്രമാണ് വ്യക്തമായിട്ട് അറിയാവുന്നത്. പിന്നെ നമ്മുടെ ചിലവുകളെക്കുറിച്ചും നമ്മുടെ ബാധ്യതകളെക്കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് മാത്രമാണ് അറിയാവുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ തീർത്ത് നമുക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. ആദ്യം കുറച്ച് നാളൊക്കെ രസമാണ്, നമ്മുടെ കയ്യിലുള്ള എമൗണ്ടൊക്കെ കുറയുന്നതനുസരിച്ച് നമുക്ക് ടെൻഷനും വെപ്രാളവും ഒക്കെ ആവും. വീട്ടിലുള്ളവർക്കും ടെൻഷൻ, ആകെ ഒരു ബുദ്ധിമുട്ടാകും. അതിലും നല്ലത് നമ്മൾ വ്യക്തമായൊരു പ്ലാനിങ്ങോടുകൂടി നാട്ടിൽ വന്നതിന് ശേഷം എങ്ങനെ മുന്നോട്ട് പോകും എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. മിക്കവാറും എല്ലാവരും നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് കട ഒക്കെ തുടങ്ങും. കാരണം എൻ്റെ അമ്മയുടെ ഒരു ബന്ധുവുണ്ട്, പുള്ളിക്കാരൻ ഇതുപോലെ തന്നെ ഗൾഫിലായിരുന്നു. വന്നതിന് ശേഷം ഒരു കടയും കൂടെ തുടങ്ങി. അത് സൂപ്പർ മാർക്കറ്റ് പോലെ ഫുൾ സാധനം. അപ്പോൾ ഇവർക്കൊരു റിലേഷനുണ്ട്, സൂപ്പർ മാർക്കറ്റിലൊക്കെ സാധനം കൊടുക്കുന്നവരാണ്. അപ്പം ഇവർക്ക് നല്ലതായിട്ട് ബെനിഫിറ്റ് ഉണ്ട്, വില കുറച്ച് സാധനം കിട്ടും. അവരതുപോലെ അവരുടെ ഒരു ഇതിൽ വെച്ചിട്ട് അവിടെ ആ ഏരിയയിലുള്ള എല്ലാ കടകളിലേക്കാട്ടിലും 1-2 രൂപയെങ്കിലും കുറച്ച് ഇവിടെ വയ്ക്കും. അങ്ങനെ ഇവർക്ക് കൂടുതൽ സെയിൽ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു ഈക്വലിലൊക്കെ പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ എവിടെയാണോ കുറവോ അവിടെ ഇട്ട് വരും. അപ്പം ബാക്കിയുള്ള കടകൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇയാളെന്തുകൊണ്ടാണ് ഇത്രയധികം വില കുറച്ച് കിട്ടുന്നത്? അയാളുടെ ബന്ധുവിന് ഇങ്ങനൊരു സ്ഥാപനം ഉള്ളതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ പോലെ തന്നെ വില വെറ്റാണ് അല്ലേ. ഇയാൾക്ക് അതുകൊണ്ട് അവരുടെ ഒപ്പം വില വെക്കുന്നത് കൊണ്ട് ഇയാൾക്ക് നഷ്ടങ്ങളൊന്നും വരാനില്ല ഇല്ലേ. നഷ്ടമൊന്നുമില്ല. 1 രൂപ കുറയ്ക്കുന്നതിന് വരെ 1 രൂപ ആ ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും 1 രൂപ ലാഭമേ കിട്ടത്തുള്ളൂ കൂടുതലായിട്ട് മറ്റുള്ളവരെക്കാട്ടിലും. പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരെക്കാട്ടിലും കുറച്ച് വിറ്റിട്ട് ആളുകളെ പിടിക്കാൻ പോകുന്നു, ചില ഓഫറുകളൊക്കെ വയ്ക്കുന്നു. എനിക്കതൊന്നും ഇഷ്ടമല്ല. ഞാൻ എൻ്റെ അമ്മയോടത് പറയുകയും ചെയ്ത് അത് വളരെ തെറ്റായൊരു കാര്യമാണ്. അത് മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുന്നത്. സ്വന്തമായിട്ട് ജീവിക്കണം, വരുമാനം വേണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് ശരിയാണ്. പക്ഷേ അത് മറ്റൊരാളുടെ ജീവിതത്തിൽ ഒരു ആണി അടിച്ചുകൊണ്ടാവില്ലേ, അതൊരിക്കലും എനിക്കിഷ്ടമല്ല. അത് ഞാൻ അമ്മയോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു സംഭവം ഞാൻ അതിന് ശേഷം ആ വീട്ടിലോട്ട് ഞാൻ പോയിട്ടില്ല. കാരണം അടുത്തൊരു വേറെ കടയുണ്ട്, അത് നമ്മുടെ റിലേഷനാണ്. അപ്പോൾ അവരുടെ കടയെ നന്നായിട്ട് ബാധിച്ചു. അവർ വലിയ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് കട തുടങ്ങിയത്. അപ്പം പക്ഷേ അവരുടെ കച്ചവടമൊക്കെ നന്നായിട്ട് ഡൗൺ ആയിപ്പോയി ഈ ഒരു കട ഇങ്ങനെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് അവരുടെ പ്രതീക്ഷ ഭയങ്കര മങ്ങലായിപ്പോയി. അപ്പോൾ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് ഇതുവരെ പോയിട്ടുമില്ല. അതെൻ്റെ ഒരു പ്രതിഷേധമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള എന്താണ് നമ്മളൊരു വ്യക്തമായ പ്ലാനിങ്ങോട് വരണം. ഒരു ദിവസം 100 രൂപയെങ്കിൽ 100 രൂപ ലാഭമായി കിട്ടുന്ന രീതിയിലാവണം നമ്മളൊരു എന്ത് ബിസിനസ്സായാലും തുടങ്ങാൻ. അപ്പം നമ്മൾ ആ ഒരു ചിന്താഗതി നമ്മളെപ്പോഴും ഉണ്ടാവണം. പിന്നെ കാലത്തിനനുസരിച്ച് ഓരോരോ ട്രെൻഡ്സുകളും വരും. അപ്പം അതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് കടക്കുക. വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ മുഷിപ്പുള്ള കാര്യമാണ്. നമ്മുടെ ശരീരത്തെയും ബാധിക്കും, മനസ്സിനെയും ബാധിക്കും. അപ്പോൾ നാട്ടിലേക്ക് വരുന്നവർ അങ്ങനെയൊക്കെയുള്ള പ്ലാനുമൊക്കെ ആയിട്ട് വരണം. എപ്പോഴും നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉള്ളത് ഏറ്റവും നല്ല കാര്യമാണല്ലോ, ശരിയല്ലേ?